മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രൈസ്തവ ലോകം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സവിശേഷമായ കാലഘട്ടമാണിത്. 50 നോമ്പിൻ്റെ വിശുദ്ധമായ ആചരണങ്ങൾക്ക് ഒടുവിൽ വിശുദ്ധവാരത്തിലേക്ക് നോമ്പിൻ്റെ സുഹൃതങ്ങളുമായിട്ട് പ്രവേശിക്കുന്ന എല്ലാവർക്കും ഈ വലിയ ആഴ്ചയുടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ ജനം പെസഹ ഭക്ഷിക്കുന്ന രാത്രിയിൽ അവരുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യത്തോടെയാണ് പെസഹായുടെ ഓർമ്മകൾ മുതിർന്നവർ അയവിറക്കിയിരുന്നത്. വീട്ടിലെ ഏറ്റവും ഇളയ കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ രാത്രി എന്തുകൊണ്ടാണ് മറ്റു രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ രാത്രി വിടുതലിൻ്റെ ഓർമ്മയുടെ രാത്രിയാണ് എന്ന് പറഞ്ഞ് പെസഹായുടെ ചരിത്രമാഖ്യാനം ചെയ്യുന്ന സവിശേഷമായ പ്രബോധനം നടക്കുന്നത്. വലിയ ആഴ്ചയിലേക്ക്, വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതേ കൗതുകം നിറഞ്ഞൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ആഴ്ച എന്തുകൊണ്ടാണ് നമ്മൾ വലിയ ആഴ്ച എന്ന് വിളിക്കുന്നത്? ഈ ആഴ്ച എങ്ങനെയാണ് വിശുദ്ധമായ ആഴ്ചയായിട്ട് മാറുന്നത്? മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സംഭവങ്ങൾ നടന്ന ആഴ്ചയായതുകൊണ്ട്, മനുഷ്യരക്ഷ എന്ന സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ദൈവിക സ്വപ്നം പൂർത്തീകരിച്ച ആഴ്ചയായതുകൊണ്ട്, പറുദീസ മുതൽ മനുഷ്യൻ ദൈവത്തോട് പുലർത്തിപ്പോന്ന സകല കലഹങ്ങളും അകൽച്ചകളും പരിഹരിച്ച് സ്വർഗവും ഭൂമിയും തമ്മിൽ രമ്യതയിലൂടെ ആഘോഷം നടത്തിയ ആഴ്ചയായതുകൊണ്ടാണ് ഇതിനെ വലിയ ആഴ്ചയെന്നോ വിശുദ്ധമായ ആഴ്ചയെന്നോ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ആണ്ടുവട്ടത്തിലെ ഇതര ആഴ്ചകളിൽ നിന്ന് ഇതിനൊരു വ്യത്യാസമുണ്ട്. മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്ന രക്ഷാകര രഹസ്യങ്ങളെ ഏറ്റവും ദീപ്തമായി ഓർക്കുകയും അവയോട് ആത്മനാ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ആഴ്ചയാണിത്. വിശുദ്ധവാരം ചില ആത്മീയ ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. വർഷത്തിലെ ഏതെങ്കിലുമൊക്കെ ആഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പോലെ നിർവികാരതയോടെയോ നിസ്സംഗതയോടെയോ ജീവിതത്തിൻ്റെ നിരന്തരമുള്ള നമ്മുടെ വ്യഗ്രതകളിൽ ജീവിച്ച് കടന്നു പോകേണ്ട ഒരാഴ്ചയല്ല. മറിച്ച് ഓരോ ക്രൈസ്തവനും ഓർമ്മയോടെ ജീവിക്കേണ്ട ആഴ്ചയാണിത്. ഓരോ ക്രൈസ്തവനും ആത്മീയതയുടെ ഊഷ്മളതയോടെ കടന്നു പോകേണ്ട ദിവസങ്ങളാണിത്. നിസ്സംഗതയോടെയല്ല, ആത്മീയമായ ഉണർവോടെ കടന്നു പോകേണ്ട ആഴ്ചയാണ്. വലിയ ആഴ്ചയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ചില ആത്മീയമായ സത്യങ്ങളുണ്ട്. കൈകളിൽ കുരുത്തോലകൾ പിടിച്ച് ചുക്കിച്ചുളിഞ്ഞ കരങ്ങളുള്ള വൃദ്ധരെന്നോ ഇളം പൈതങ്ങളെന്നോ വ്യത്യാസമില്ലാതെ കുരുത്തോലകൾ ഉദയസൂര്യന് ഉയർത്തിപ്പിടിച്ച് പ്രഭാതങ്ങളിൽ നടത്തുന്ന കുരുത്തോല പ്രദക്ഷിണങ്ങളോടെയാണ് ഈ വലിയ ആഴ്ച ആരംഭിക്കുന്നത്. യേശുവിൻ്റെ ജെറൂസലേം പ്രവേശനത്തെ ജെറൂസലേമിലെ ജനാവലി തങ്ങൾ കാത്തിരുന്ന മിശിഹായെ ഈ നസ്രായനായ യേശുവിൽ കണ്ടെത്തിയത് കൊണ്ട് അവർ ഹൃദയപൂർവ്വം നടത്തുന്ന ദാവീദിൻ്റെ പുത്ര രക്ഷിക്കണമേ എന്നുള്ള നിലവിളികളുടെ ഓർമ്മയോടുകൂടിയാണ് ഈ വലിയ ആഴ്ച ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ കല്ലറയുടെ ഇരുട്ടിലേക്ക് അവനെ കാണാൻ പോയ സ്ത്രീകളും ശിഷ്യന്മാരും ശൂന്യമായ കല്ലറ കാണുകയും അവൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളങ്ങൾ കണ്ട് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന അന്ന് വൈകിട്ട് കതകടച്ചിരുന്ന ശിഷ്യരുടെ ഭയത്തിൻ്റെയും സങ്കടങ്ങളുടെയും നടുവിലേക്ക് വന്ന് അവൻ സമാധാനം ആശംസിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോഴാണ് ഈ വലിയ ആഴ്ച പൂർത്തിയാവുന്നത്. തളിരിലകളും കൈകളിലേന്തിയുള്ള ഒരു പ്രദക്ഷിണത്തിൻ്റെ ഓർമ്മയിൽ തുടങ്ങി കതകടച്ചിരുന്ന ശിഷ്യ സമൂഹത്തിൽ വന്ന് അവരുടെ സങ്കടങ്ങളെയും ഭയങ്ങളെയും നോക്കിയിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് യേശു പറഞ്ഞ ആ രക്ഷയുടെ സംഭവങ്ങളൊക്കെയും പൂർത്തിയായതിൻ്റെ ഈസ്റ്റർ ദിനത്തിൻ്റെ സായാഹ്നത്തോളം എത്തുന്ന ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത്. ഈ ഓർമ്മകളിലേക്ക് കടന്നു വരുമ്പോൾ ചില ആത്മീയ ഭാവങ്ങൾ നമുക്കൊക്കെ വേണ്ടതുണ്ട്. വലിയ ആഴ്ച ഏറ്റവും ആദ്യമായി
പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൻ്റെ അപാരതയെ ധ്യാനിക്കാനുള്ള ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ, അതിൻ്റെ ആഴങ്ങളെ, അതിൻ്റെ വ്യവസ്ഥകളില്ലാത്ത, പരിധികളില്ലാത്ത ദൈവസ്നേഹത്തെ ഈ വലിയ ആഴ്ചയിൽ അനുഭവിക്കുന്നതിനേക്കാൾ മറ്റെപ്പോഴാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്? യോഹന്നാൻ സുവിശേഷകനാണ് പറയുന്നത്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തെ എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരം ഈ വലിയ ആഴ്ചയിൽ നമ്മൾ കണ്ടെത്തും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ തെളിവായിട്ട് പെസഹ വ്യാഴം നമ്മുടെ മുമ്പിലുണ്ട്. കൂടെ ആയിരിക്കാൻ തൻ്റെ ശിഷ്യരെ, തന്നിൽ വിശ്വസിക്കുന്നവരെ, ഇടയനില്ലാത്ത ആടുകൾ പോലെ ചിതറിപ്പോയ ബഹുശതം മനുഷ്യരെ അവരുടെ സങ്കടങ്ങളുടെ കൂടെ ആയിരിക്കാൻ നസറായന യേശു നിരന്തരം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവൻ അന്ത്യത്താഴമേശയിൽ വെച്ച് അപ്പമെടുത്ത് വാഴ്ത്തി അവൻ്റെ ശരീരമാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാന എന്ന സ്നേഹത്തിൻ്റെ അത്ഭുതം സ്ഥാപിക്കുന്നത്. കുർബാനയുടെ ഓർമ്മ ആചരിക്കുന്നത് കൊണ്ട് തന്നെ, കുർബാന സ്ഥാപിക്കപ്പെട്ടതിൻ്റെ സ്മരണ ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ, കുർബാനയായി മാറിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ആഴ്ചയ്ക്ക് സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ, ദൈവസ്നേഹത്തിൻ്റെ അപാരതയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനുള്ള ഒരാഴ്ചയാണിത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് സെഹിയോനൂട്ടുശാലയിലും ഗത്സമനയിലും കാൽവരിയിലും എല്ലാം വെളിപ്പെട്ട് കിട്ടിയത്. ദൈവത്തിൻ്റെ സ്നേഹമാണ്. മനുഷ്യൻ്റെ നന്ദികേടുകളോ അവിശ്വസ്തതകളോ, തിരിച്ചു വരാൻ വിസമ്മതിക്കുന്ന മാനസാന്തരത്തിനും വിശ്വാസ ജീവിതത്തിനും ഒക്കെ മടിക്കുന്ന മത്സരബുദ്ധികളോ കണ്ടിട്ടും മനുഷ്യരോടും മടുക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഓർക്കുന്നതും കണ്ടെത്തുന്നത്. ദൈവസ്നേഹത്തെ ധ്യാനിക്കാൻ, അനുഭവിക്കാൻ ഉള്ള കൃപയുടെ ദിവസങ്ങളാണ്. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്നാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇതിലും ദീപ്തമായി നമുക്ക് ഓർമ്മിക്കാനും അനുഭവിക്കാനും പറ്റുന്നത്? ഇന്ന് മനുഷ്യന് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ആത്മീയ തകർച്ചകളിലൊന്ന് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഈ തീവ്രമായ അവബോധങ്ങളാണ്. ആത്മീയത മുഴുവൻ പാപത്തെക്കുറിച്ചുള്ള അമിത ചിന്തകളിൽ, ശിക്ഷയെക്കുറിച്ചുള്ള അമിത ഭയങ്ങളിൽ, ശുദ്ധാശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തകളിലൊക്കെ കുരുങ്ങിപ്പോയി കിടക്കുമ്പോൾ തിരിച്ചുവരവുകൾക്ക്, മാനസാന്തരങ്ങൾക്കുള്ള യഥാർത്ഥ പ്രേരക ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളാണ്. ഈ വലിയ ആഴ്ച ദൈവസ്നേഹത്താൽ നമ്മൾ പൊതിയപ്പെടുന്ന അനുഭവം, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ എത്ര അപാരമായി സ്നേഹിച്ചു എന്ന് ഓർക്കാനുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ. സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കേണ്ട അവസരമാണിത്. ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അപജയങ്ങളിലൊന്ന് ഈ സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അസീസിയിലെ ഫ്രാൻസിസിൻ്റെതായിട്ട് പറയപ്പെടുന്ന വാചകമുണ്ടല്ലോ, സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ലല്ലോ. മറ്റെല്ലാം സ്നേഹിക്കപ്പെടുന്നുണ്ട്. അധികാരം, പദവികൾ, സമ്പത്ത്, മനുഷ്യരുടെ പ്രശംസകൾ എല്ലാം നമ്മളാൽ സ്നേഹിക്കപ്പെടുന്നുണ്ട്. സ്നേഹം മാത്രം സ്നേഹിക്കപ്പെടാതെ പോവുകയാണ്. വലിയ ആഴ്ച സ്നേഹത്തെ സ്നേഹിക്കാനുള്ള അവസരമാണ് എന്നുള്ളതാണ് സത്യം. അത്രമേൽ വ്യവസ്ഥകളില്ലാതെ, പരിധികളില്ലാതെ നമ്മുടെ മേൽ ചൊരിയപ്പെട്ട ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാനും സ്നേഹിക്കാനുമുള്ള അവസരമാണിത്. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയും, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ദൈവത്തിൻ്റെ സൃഷ്ടികളെ മക്കളുടെ സ്ഥാനത്തേക്ക് അവൻ ഉയർത്തിയത്, മക്കളുടെ സകല അവകാശങ്ങളും അവൻ നൽകിയത്, അവൻ്റെ ജീവനിൽ പങ്കുചേരാനുള്ള കൃപ നൽകിയത് ഈ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. അതിൻ്റെ എല്ലാം നിറവേറൽ നടന്നത് ഈ പെസഹ രഹസ്യങ്ങളിൽ, വലിയ ആഴ്ചകളിലാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തെ തിരിച്ചറിയാൻ, സ്നേഹം നമ്മളാൽ സ്നേഹിക്കപ്പെടാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപയുടെ ദിവസങ്ങളെ സ്നേഹിച്ച് ജീവിക്കാനുള്ള ക്ഷണമാണ് നമുക്ക് നൽകുന്നത്. രണ്ടാമത്, വലിയ ആഴ്ച ദൈവത്തിൻ്റെ കരുണയെ ഓർക്കാനുള്ള സമയമാണ്. ദൈവത്തിൻ്റെ കരുണയൊരു സത്യമാണ് എന്നോർക്കാനുള്ള ദിവസങ്ങളാണിത്. പറുദീസ മുതൽ
മനുഷ്യനോട് ദൈവം കാണിച്ചു വന്ന കരുണയുടെയും ക്ഷമയുടെയും ഏറ്റവും അമൂർത്തമായ നിമിഷങ്ങൾ കാൽവരിയിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. എന്താണ് കരുണ എന്ന് പറയുന്നത്? അർഹിക്കാത്തവൻ്റെ മേൽ പെയ്തിറങ്ങുന്ന ഉദാരതയുടെ പേരാണ് കരുണ. കാൽവരിയിലെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ക്രിസ്തുവിൻ്റെ രക്തം ദൈവകരുണയുടെ സമ്പൂർണമായ വെളിപ്പെടുത്തലാണ്. ഇതിനേക്കാൾ എങ്ങനെയാണ് അവിശ്വസ്തരായ, മത്സരബുദ്ധികളായ, നന്ദികേടുകളിലുള്ള ഒരു മനുഷ്യവംശത്തോട് ദൈവത്തിന് കരുണ കാണിക്കാൻ പറ്റുന്നത്? ദൈവത്തിൻ്റെ കരുണയെ ഏറ്റവും അധികം ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. വിശുദ്ധ പൗലോസ് പറയും റോമാലേഖനത്തിൽ, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. കാരണം പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എനിക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. പാപികളിൽ ഒന്നാമനായിരുന്ന പൗലോസ് ദൈവത്തിൻ്റെ കരുണയെ കണ്ടെത്തിയത് ക്രൂശിതനായ യേശുവിനെ അനുഭവിക്കുന്നതിലൂടെയാണ്, കണ്ടെത്തുന്നതിലൂടെയാണ്. പൗലോസ് ദൈവകരുണ സ്വീകരിച്ചത് ക്രൂശിതനുമായുള്ള ഒരു കണ്ടുമുട്ടലിലൂടെയാണ് എങ്കിൽ ഈ പെസഹായുടെ ഈ വലിയ ആഴ്ചയിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കപ്പെടാൻ പോകുന്നത് കാൽവരിയിലെ കുരിശിനെ ചുവട്ടിലായിരിക്കുമ്പോൾ, ക്രൂശിതന ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോഴാണ്. ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ നിന്നൊക്കെ മാറി ദൈവകരുണ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ അനുഭവിക്കാനുള്ള അവസരമാണിത്. ദൈവം എന്തിനാണ് മനുഷ്യനോട് കരുണ കാട്ടുന്നത്? പൗലോസ് റോമാലേഖനത്തിൽ പറയും, അല്ലയോ മനുഷ്യ, ദൈവത്തിൻ്റെ അഗാധ കരുണയെ നീ നിസ്സാരമാക്കരുത്. നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ് ദൈവകരുണയുടെ ലക്ഷ്യം. ദൈവത്തിൻ്റെ കരുണയെ മനുഷ്യൻ അനുഭവിക്കുമ്പോൾ, കണ്ടെത്തുമ്പോൾ മാനസാന്തരത്തിലേക്കുള്ള തുടക്കമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ എൻ്റെ മാനസാന്തരവും തിരിച്ചുവരവും കാത്ത് എൻ്റെ മേൽ വർഷിക്കപ്പെടുന്ന പരിധികളില്ലാത്ത, വ്യവസ്ഥകളില്ലാത്ത ഉദാരതകളെ തിരിച്ചറിയാനുള്ള അവസരമാണ്, ധ്യാനിക്കാനുള്ള അവസരമാണ് ഈ വലിയ ആഴ്ച എന്ന് പറയുന്നത്. മൂന്നാമത്, ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ കരുണയും ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ ആഴ്ച എവിടെയിരുന്നാണ് മനുഷ്യർ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർക്കേണ്ടത്, കരുണയെ ഓർക്കേണ്ടത്? കാൽവരിയിലെ കുരിശിൻ്റെ താഴെ നിന്നാണ്. ആത്മാവിൽ കുരിശിൻ്റെ താഴേക്ക്, ചുവട്ടിലേക്ക് പറിച്ചു നടാനുള്ള അവസരമാണ് ഈ വലിയ ആഴ്ച എന്ന് പറയുന്നത്. കുരിശിൻ്റെ താഴേക്ക് പറിച്ചു നടപ്പെടാനുള്ള അവസരമാണ് വലിയ ആഴ്ച. മാതൃക യോഹന്നാൻ തന്നെയാണ്. യേശുവിൻ്റെ ശിഷ്യരിൽ കുരിശിൻ ചുവട്ടിലോളം അവനെ അനുഗമിച്ചത് യോഹന്നാനാണ്. ബാക്കി ശിഷ്യരൊക്കെ ഓടിപ്പോവുകയും പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുകയും ചെയ്തപ്പോൾ യോഹന്നാൻ അവൻ്റെ യേശുവിൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ച് കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. കുരിശിൻ്റെ ചുവടോളം അനുഗമിക്കാൻ യോഹന്നാൻ എങ്ങനെയാണ് സാധിച്ചത്? വലിയ ആഴ്ച കുരിശിൻ്റെ ചുവട്ടിലേക്ക്, ക്രൂശിതൻ്റെ ചാരയിൽ ചേർന്നിരിക്കാനുള്ള ആഴ്ചയാണ് നമ്മൾ പറയുമ്പോൾ, എങ്ങനെയാണ് മനുഷ്യർക്ക് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ പറ്റുന്നത്? കുരിശുകൾ ഒഴിവാക്കാൻ വ്യഗ്രതപ്പെടുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മൾ. കുരിശിൻ്റെ ചാടെ ചോരയിട്ട് വീഴുന്ന സങ്കടങ്ങളുടെ നിലത്ത് നിൽക്കാൻ ഏതു മനുഷ്യനാണ് ഇഷ്ടപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ കുരിശിൻ്റെ താഴെ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റണമെങ്കിൽ അതിന് സ്നേഹത്തിൻ്റെ ഒരു കൃപ അവരുടെ മേൽ പെയ്തിറങ്ങണം. യോഹന്നാൻ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട്. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ എല്ലാവരും ഓടിപ്പോയ സമയത്തും യോഹന്നാൻ എങ്ങനെ നിൽക്കാൻ പറ്റി? അതിൻ്റെ ഉത്തരം അയാൾ തന്നെയാണ് പറയുന്നത്. ഏറ്റവും വലിയ ഭയമായ പ്രാണഭയത്തെ പോലും മറികടക്കാൻ യോഹന്നാൻ എങ്ങനെ പറ്റി? സഹനത്തെ ഭയപ്പെടുന്ന, പീഡകളെ ഭയപ്പെടുന്ന, വേദനകളെ, കണ്ണുനീരിനെ ഭയപ്പെടുന്ന നമുക്കെങ്ങനെ ക്രൂശിതൻ്റെ രക്തവും കണ്ണുനീരും സഹനങ്ങളും ഇഴപിരിഞ്ഞു നിൽക്കുന്ന കുരിശിൻ്റെ താഴെ നമ്മളെ തന്നെ കൊണ്ടു നിർത്താൻ പറ്റും? യോഹന്നാൻ ഉത്തരം പറയാണ്, ഏറ്റവും വലിയ ഭീതികളെ മറികടന്നത് അയാൾ എങ്ങനെയാണ്? സ്നേഹം കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇന്ന് എവിടെയെങ്കിലും മനുഷ്യർക്ക് കുരിശിൻ്റെ ചേർന്ന് നിൽക്കാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ, ക്രൂശിതന് സാക്ഷ്യം നൽകാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ, ഒറ്റ കാരണമേ ഉള്ളൂ, അവരിൽ സ്നേഹം നിറയപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. എഫേസൂസിലെ സഭയോടാണ് വെളിപാട് ഗ്രന്ഥത്തിൽ ആത്മാവ് പറയുന്നത്,
നിനക്ക് ആരംഭത്തിലുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കുരിശിൻ്റെ ചുവട്ടുകളിൽ നിന്ന് നമ്മൾ പാലിക്കുന്ന അകലങ്ങളൊക്കെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. എഫേസോസിലെ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്കിടയാവട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ പൂരിതരാവാനിടയാവട്ടെ. സ്നേഹം തണുത്തുപോയ ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആദ്യ സ്നേഹം കൈമോശം വന്നുപോയ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്കിടയാവട്ടെ. അറിവുകളെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ സമ്പൂരിതരാവാനിടയാവട്ടെ. ഈ വലിയ ആഴ്ച കുരിശിൻ്റെ താഴേക്ക് ചുവട്ടിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് നിർത്താൻ ദൈവം നമ്മളെ വിളിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ ഭയങ്ങളെയൊക്കെ മറികടക്കാൻ തക്കവിധമുള്ള ഒരു സ്നേഹത്താൽ നമ്മൾ പൂരിതരാവണം. അപ്പോൾ വലിയ ആഴ്ച എന്ന് പറഞ്ഞാൽ കുരിശിൻ്റെ ചുവട്ടിൽ ക്രൂശിതനെ ധ്യാനിക്കാനുള്ള അവസരമാണ്. ജീവിതത്തിൻ്റെ ഒരുപാട് വ്യഗ്രതകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഒരാഴ്ച നമ്മുടെ വീണ്ടെടുപ്പിൻ്റെയും വിടുതലിൻ്റെയും മഹാരഹസ്യങ്ങളെ ഓർക്കുന്ന ഈ ഒരാഴ്ച, ദൈവത്തിൻ്റെ അനന്ത സ്നേഹം ഒരു സത്യമായി മനുഷ്യവംശം അനുഭവിച്ച ആഴ്ച, ദൈവത്തിൻ്റെ കരുണ ഓരോ മനുഷ്യനെയും തേടി വന്ന ദിവസങ്ങളിൽ കുരിശിൻ്റെ താഴെ ക്രൂശിതനോട് ചേർന്ന് കുറച്ചുകൂടി സമയം ചെലവഴിക്കാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. കുരിശിലേക്ക് സ്നേഹത്തോടെ നമുക്ക് നോക്കാൻ പറ്റട്ടെ ഈ ഒരാഴ്ച. ദൈവത്തിൻ്റെ സ്നേഹം ധ്യാനിക്കേണ്ട, കരുണയെ ഓർക്കേണ്ട, കുരിശിൻ്റെ താഴേക്ക് ചുവട്ടിലേക്ക് ചേർന്ന് നിൽക്കേണ്ട ഒരാഴ്ചയാണിത്. തീരുന്നില്ല. വലിയ ആഴ്ചയിൽ ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ കുരിശിലോ കല്ലറയുടെ ഇരുളിലോ ഓർമ്മകൾ അവസാനിപ്പിക്കുന്നവരല്ല ക്രൈസ്തവർ. ഈ ആഴ്ച നമ്മളെ മഹാസന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും സമാധാനത്തിലേക്കുമാണ് നയിക്കുന്നത്. ഉത്ഥാനത്തിൻ്റെ ആ പ്രഭാതത്തിൽ യോഹന്നാൻ്റെ ഉത്ഥാന വിവരണങ്ങളിൽ യേശു ഉയർത്തെഴുന്നേറ്റവനായിട്ട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം കരഞ്ഞുകൊണ്ട് കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന മഗ്ദലന മറിയത്തോടാണ്. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത് എന്നാണ് ചോദ്യം. ഉദ്ധിതൻ മനുഷ്യൻ്റെ ജീവിത വ്യഗ്രതകളെ, വ്യഥകളെ അഭിമുഖീകരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഇത് തരുന്നത്. യേശു നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ അഭിമുഖീകരിക്കുന്നവനായിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. ഒരു മനുഷ്യനും കടന്നു പോകാത്ത സഹനങ്ങളുടെ കണ്ണുനീരിൻ്റെ പരകോടിയിലൂടെ കടന്നുപോയി മരണത്തിൻ്റെ ഇരുണ്ട നിലങ്ങളിൽ നിന്ന് ക്രിസ്തു ഉയർത്തു വന്നിട്ടും അവൻ്റെ ആദ്യ ചോദ്യം എന്തിനാണ് കരയുന്നതെന്നാണ്. അതുകൊണ്ടാണ് ഈസ്റ്റർ പ്രത്യാശയുടെ ആഘോഷമായിട്ട്, വെള്ളിയാഴ്ച സങ്കടങ്ങളുടെ ഇരുട്ടിലല്ല, വേദനകളുടെ കുരിശിൻ്റെ താഴെയല്ല, പ്രത്യാശയുടെ ഒഴിഞ്ഞ കല്ലറകളുടെ ഓർമ്മയിലാണ് അവസാനിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റവൻ എൻ്റെ സങ്കടങ്ങളുടെ കാരണം ചോദിക്കുന്ന ദൈവമാണെന്നുള്ള തിരിച്ചറിവാണ് പ്രത്യാശിക്കാനുള്ള കാരണം. ഉത്ഥാനത്തിൻ്റെ രാവിലെ മറിയത്തിൻ്റെ കണ്ണുനീരിനെ യേശു അഭിമുഖീകരിക്കുകയാണ്. അന്ന് വൈകിട്ട് അവൻ തൻ്റെ ശിഷ്യരെ തേടിയെത്തും. യഹൂദരെ ഭയന്ന് ശൂന്യമായ കല്ലറയുടെ ഒന്നുകൂടി പോയി നോക്കാൻ പോലുമുള്ള ആത്മബലമില്ലാത്തവരായിട്ട് മടക്കി വച്ച കച്ചയും ചുരുട്ടിവച്ച തലയിലെ തുണിയുമൊക്കെ കണ്ട് അകന്നുമാറിയ കല്ലറയുടെ കരിങ്കൽപ്പാളികളെ കണ്ട് ഉത്ഥാനമെന്ന മഹാസത്യത്തെ വീണ്ടും വീണ്ടും വിശ്വസിക്കാൻ പോലും നോക്കാൻ പോലും ബലമില്ലാത്തവരായി കതകടച്ച് ഭയപ്പെട്ടിരുന്ന ശിഷ്യരെ തേടി വന്നിട്ടാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. ഈസ്റ്റർ പ്രത്യാശയുടെ ആഘോഷമായിട്ട് മാറുന്നത് കണ്ണുനീരിൻ്റെ കാരണം ചോദിക്കുന്ന ഒരു ദൈവത്തെ, ഭയപ്പെട്ടിരിക്കുന്നവരുടെ നടുവിൽ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്ന ഒരു ദൈവത്തെ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ്. പ്രഭാതത്തിൽ അവൻ മറിയത്തിൻ്റെ കണ്ണുനീരിനെ അഭിമുഖീകരിച്ചെങ്കിൽ സായാഹ്നത്തിൽ അവൻ ശിഷ്യരുടെ ഭയത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. കണ്ണുനീരിൻ്റെ കാരണം ചോദിക്കുന്ന, ഭയപ്പെട്ടവരുടെ മേൽ സമാധാനം ആശംസിക്കുന്നവനായി ക്രിസ്തു ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിശുദ്ധവാരത്തെ പ്രത്യാശയുടെ ആഘോഷമായിട്ട് മാറുന്നത്. സഭയിലും വ്യക്തിജീവിതത്തിലും കുടുംബങ്ങളിലുമൊക്കെ
നിരാശപ്പെടുത്തുന്ന ഒരു പിടി കാരണങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മനുഷ്യബുദ്ധിയിൽ പരിഹരിക്കാൻ പറ്റാത്ത വിധം സങ്കീർണതകളും വിഭജനങ്ങളുടെയും ഒരു കാലത്തൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈസ്റ്റർ നമ്മളെ ഓർപ്പിക്കുന്നത് ദെർ ഈസ് നോ വൺ ബിയോണ്ട് റിപ്പയർ ഇൻ ഗോഡ്സ് ഐസ് എന്ന സത്യമാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിയും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈസ്റ്റർ, ഉത്ഥാന തിരുനാൾ, ഈ വെള്ളിയാഴ്ച അവസാനിക്കുന്നത് പ്രത്യാശയുടെ ആഘോഷമായി ഉത്ഥാന തിരുനാളിലായി മാറുന്നത്. ദെർ ഇസ് നത്തിങ് ബിയോണ്ട് റിപ്പയർ ഇൻ ഗോഡ്സ് ഐസ്. ദൈവത്തിൻ്റെ കണ്ണിൽ ഇന്ന് നമ്മുടെ സഭ കടന്നു പോകുന്ന പ്രതിസന്ധി ആവട്ടെ, കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ആവട്ടെ, വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഉത്തരമില്ലാത്ത പ്രശ്നങ്ങളാവട്ടെ, നത്തിങ് ഈസ് ബിയോണ്ട് റിപ്പയർ, പരിഹരിക്കാൻ പറ്റാത്തതല്ലെന്നുള്ള പ്രത്യാശ നമുക്കുണ്ടാവാം. അവൻ കടന്നു വരുന്നുണ്ട്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ച് അവൻ സമീപത്തേക്ക് വരുന്നുണ്ട്, ഭയപ്പാടുകളുടെ മേൽ അവൻ്റെ സമാധാനം ആശംസിച്ചുകൊണ്ട്. ഈ വലിയാഴ്ച ദൈവസ്നേഹത്തിൻ്റെ അപാരതയെ ധ്യാനിക്കാൻ, ദൈവകരുണയുടെ ആഴങ്ങളെ കണ്ടെത്താൻ, കുരിശിൻ ചുവട്ടിലേക്ക് സ്നേഹപൂർവ്വം നമ്മളെ ചേർത്ത് വയ്ക്കാൻ, ദൈവികമായ പ്രത്യാശയാൽ നിറയപ്പെടാൻ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹത്തിലും അനുഭവിച്ചറിയുന്ന, ദൈവകരുണയുടെ പ്രവാഹത്തിൽ സ്നാനപ്പെടുന്ന, കുരിശിൻ്റെ ചുവട്ടിൽ നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കുന്ന, ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയിൽ ജീവിതത്തെ വീണ്ടും നവീകരിക്കപ്പെടുന്ന കൃപയുടെ ദിവസങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഉദ്ധിതനായ ദൈവം അവൻ്റെ സമാധാനത്താൽ നമ്മളെല്ലാവരെയും നിറയ്ക്കുമാറാവട്ടെ. ആമേൻ.